नमस्ते, कैसे हैं आप लोग? ठीक है ना? आज हम हिंदी का दूसरा पाठ पढ़ेंगे। ठीक है, पिछली कक्षा में हमने वीर बहुटी नामक एक कहानी पढ़ी थी। आज हम एक आस्वादन टिप्पणी पढ़ेंगे। ठीक है, विनोद कुमार शुक्ल जी की कविता पर नरेश सक्सेना की ആസ്വാദന ടിപ്പണി. വിനോദ് കുമാർ ശുക്ലജി എന്നാണ് എഴുതിയ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ആസ്വാദന കുറിപ്പാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ओके, तो देखिए, टिप्पणी का नाम है हताशा से एक व्यक्ति बैठ गया था. कविता का नाम भी यही है, हताशा से एक व्यक्ति बैठ गया था. यानी हताशा से एक व्यक्ति बैठ गया था कविता पर नरेश सक्सेना की आस्वादन टिप्पणी आज हम पढ़ेंगे. पाठ पढ़ने से पहले, ये आस्वादन टिप्पणी पढ़ने से पहले हम कुछ वीडियो देखेंगे. ठीक है, देखिए आप लोग.เขาจะได้อะไรถ้าเขาทำแบบนี้ทุกวันเขาจะไม่ได้อะไรเลยไม่ได้รวยขึ้นไม่ได้ออกทีวีไม่มีใครรู้จักไม่ได้มีชื่อเสียงที่มากขึ้นเพราะสิ่งที่เขาได้คือได้แค่ความรู้สึกได้เห็นความสุขได้เข้าใจได้ความรักได้ในสิ่งที่เงินซื้อไม่ได้ได้โลกที่สวยงามกว่าเดิมในชีวิตคุณอะไรคือสิ่งที่คุณต้องการมากที่สุดcoming in from Kerala. Look at this one coming in from Thrissur, where local fishermen are helping the NDRF team with rescue operations. What can you see? This man has gone down, wearing the blue t-shirt, has gone down on his knees so that women and children can go and step into that NDRF boat. You can see the women and children there, and this man has gone down on his knees. He is virtually inside the water so that people can climb on his back and get inside that NDRF boat. This is the spirit of humanity. This is what is needed.
മരിച്ചിട്ടും മരിക്കാത്ത മനുഷ്യത്വത്തിന്റെ പ്രതീകമായി മാറിയ നൌഷാദ് രണ്ടുപേരുടെ ജീവൻ രക്ഷിക്കാൻ ഈ മരണവാതിൽ തുറന്നാണ് നൌഷാദ് ഇറങ്ങിപ്പോയത്. കണ്ടംകുളം ജൂബിലി ഹാളിനടുത്തുള്ള ചായക്കടയിൽ ഇരിക്കുമ്പോഴാണ് മാൻഹോൾ വൃത്തിയാക്കാൻ ഇറങ്ങിയ രണ്ടുപേർ ശ്വാസം കിട്ടാതെ പിടയുന്നത് നൌഷാദ് അറിഞ്ഞത്. രക്ഷാപ്രവർത്തനത്തിൽ ഇറങ്ങുമ്പോൾ അപകടമാണെന്ന് ചുറ്റുമുള്ളവർ വിലക്കിയിട്ടും പിടയുന്ന രണ്ട് ജീവനുകളെ ഓർത്തുള്ളൂ. അങ്ങനെയാണ് ഊരും പേരും അറിയാത്ത രണ്ടുപേർക്ക് വേണ്ടി നൌഷാദ് എന്ന ചെറുപ്പക്കാരൻ സ്വയം ഇല്ലാതായത്. നൌഷാദ് ഇന്നും കോഴിക്കോട്ടുകാർക്ക് ജ്വലിക്കുന്ന ഓർമ്മയാണ്. കടൽ കടന്ന മനുഷ്യത്വത്തിന്റെ ഒറ്റവാക്കാണ്. देख लिया आप लोग। पहले कुछ वीडियो में आपने देखे होंगे कि हमारे दुनिया में बहुत सारे ऐसे इंसान हैं जो अपने जान की परवाह नहीं करते, दूसरों की भलाई करते हैं. ആദ്യത്തെ കുറച്ച് വീഡിയോയിൽ നിങ്ങൾ കണ്ടത് നമ്മുടെ ലോകത്ത് ഇങ്ങനെയുള്ള കുറച്ച് ആളുകളുണ്ട്. എങ്ങനെയുള്ള ആളുകളാണെന്നല്ലേ, അവരുടെ ജീവനേക്കാൾ മറ്റുള്ളവരുടെ നന്മ ആഗ്രഹിക്കുന്നവരാണ്. പ്രളയം വന്നപ്പോഴും മറ്റു അതുപോലെയുള്ള പ്രയാസങ്ങൾ നേരിട്ടപ്പോഴൊക്കെ നമ്മൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല മനുഷ്യന്മാരെ കണ്ടിട്ടുള്ളതാണ്. സ്വന്തം ജീവൻ പണയം വെച്ച് അന്യരുടെ, അവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത അന്യരുടെ നന്മ ആഗ്രഹിച്ചുകൊണ്ട് അവർക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങി വന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിൽ വെറും 2-3 ഉദാഹരണങ്ങൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളൂ. അതോടൊപ്പം തന്നെ इस दुनिया में ऐसे भी लोग हैं जो सिर्फ अपने लिए ही जीते हैं. दूसरों की भलाई के बारे में वे कभी नहीं सोचते, वे सिर्फ अपने लिए ही जीते हैं. इसका एक उदाहरण आपने आखिरी वीडियो में देखा था. അതിനൊരു ഉദാഹരണമാണ് നിങ്ങൾ അവസാനത്തെ വീഡിയോയിൽ കണ്ടത്. നിങ്ങൾ കണ്ടല്ലോ അല്ലേ, റോഡിൽ ഒരു ആൾ ആക്സിഡന്റ് പറ്റി കിടക്കുന്നുണ്ട്. എന്നിട്ട് ആരും തിരിഞ്ഞു നോക്കാതെ എന്ത് ചെയ്യാണ്, പോവാണ്. എന്തുകൊണ്ടാണ് അവർ നോക്കാത്തത്? പ്രയാസമാവും എന്നുള്ള ചിന്തയാണ് അല്ലേ. അതായത് ഈ ആക്സിഡന്റ് പറ്റിയ ആളെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ അത് എന്നെ തന്നെ ബാധിക്കുമെന്നാണ് അവരെന്ത് ചെയ്യുന്നത്, ചിന്തിക്കുന്നത്. നേരെ മറിച്ച് അവർ ചിന്തിച്ചത് ആ ആക്സിഡന്റ് പറ്റിയ ആളെ കുടുംബത്തെക്കുറിച്ചോ, അയാളെ ഞാൻ രക്ഷിച്ചാൽ രക്ഷപ്പെടുന്നത് വേറൊരു കുടുംബമാണെന്നോ ചിന്തിച്ചിരുന്നെങ്കിൽ ആ സൈഡിലൂടെ പോയിരുന്ന ആളുകൾ തിരിഞ്ഞു നോക്കാതെ പോവോ? ഒരിക്കലുമില്ല. അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ആസ്വാദനക്കുറിപ്പും ഒരു കവിതയുമാണ് നമുക്ക് പഠിക്കാനുള്ളത്. കവിത നമുക്ക് ആദ്യം നോക്കാം, അത് കഴിഞ്ഞിട്ട് ആസ്വാദനക്കുറിപ്പിലേക്ക് വരാം. പരീക്ഷയ്ക്ക് ചോദ്യം ഉണ്ടാവുന്നത് ആസ്വാദനക്കുറിപ്പിൽ നിന്നുമാണ്. നോക്കാം എന്നാൽ നോക്ക്. कविता का नाम है हताशा से एक व्यक्ति बैठ गया था. यह विनोद कुमार शुक्ल जी की कविता है. किसकी कविता है? विनोद कुमार शुक्ल जी की कविता है. कविता सुनिए. हताशा से एक व्यक्ति बैठ गया था. व्यक्ति को मैं नहीं जानता था, लेकिन हताशा को जानता था. इसलिए मैं उस व्यक्ति के पास गया. मैंने हाथ बढ़ाया. मेरा हाथ पकड़कर वो खड़ा हुआ. मुझे वो नहीं जानता था, लेकिन मेरे हाथ बढ़ाने को जानता था. हम दोनों साथ चले. दोनों एक दूसरे को नहीं जानते थे. साथ चलने को जानते थे. देखिए कविता. हताशा से एक व्यक्ति बैठ गया था. നിരാശയാൽ ഒരു വ്യക്തി ഇരിക്കുകയായിരുന്നു.
ഒരുപാട് നിരാശയോടെ ഒരു വ്യക്തി എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കവി പറയാണ്, അങ്ങനെ ഒരു വ്യക്തി നിരാശയോടെ ഇരിക്കുന്നത് ഞാൻ കണ്ടു. हताशा से एक व्यक्ति बैठ गया था. വ്യക്തി കോ मैं नहीं जानता था. ആ വ്യക്തി എനിക്കൊരു പരിചയം ഉണ്ടായിരുന്നില്ല, ആ വ്യക്തി എനിക്ക് അറിയില്ലായിരുന്നു. ലേക്കിൻ ഹതാശ കോ ജാൻതാ था. പക്ഷെ എനിക്ക് എന്തറിയാമായിരുന്നു, ആ വ്യക്തി ഇരിക്കുന്നത് എന്തിനാണെന്ന്, അയാളുടെ നിരാശ എന്തിനാണെന്ന് എനിക്കറിയാമായിരുന്നു. അയാളുടെ നിരാശയുടെ കാരണം എന്താണെന്ന് എനിക്ക് അറിയാമായിരുന്നു. വ്യക്തി കോ मैं नहीं जानता था पर हताशा को जानता था. വ്യക്തി അറിയില്ലെങ്കിലും അയാളുടെ നിരാശ എന്തിനാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഇസ്ലിയേ मैं उस व्यक्ति के पास गया. അതുകൊണ്ട് ഞാൻ ആ വ്യക്തിയുടെ അടുത്തേക്ക് ചെന്നു. അയാൾ എന്തോ ഒരു പ്രയാസത്തിലാണ് ഇരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. ആ വ്യക്തി എനിക്ക് പരിചയമൊന്നുമില്ല, പക്ഷെ ഞാൻ എന്ത് ചെയ്തു, അയാൾ പ്രയാസത്തിലാണെന്ന് കരുതിയപ്പോൾ നേരെ അയാളുടെ അടുത്തേക്ക് അങ്ങനെ പോയി. മേനെ ഹാത്ത് ബഢായ. അയാളുടെ അടുത്തേക്ക് ചെന്ന് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കൈ നീട്ടി അയാളിലേക്ക്. കൈ നീട്ടാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ അയാളെ സഹായിക്കാൻ തയ്യാറായി. എന്നിട്ടോ മേരാ ഹാത്ത് പക്കഡ് കർ വോ ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. നിരാശയിലിരിക്കുന്ന വ്യക്തി എൻ്റെ കൈ പിടിച്ച് എന്ത് ചെയ്തു, എഴുന്നേറ്റു. മേരാ ഹാത്ത് പക്കഡ് കർ വോ ഖടാ ഹുവ. എൻ്റെ കൈ പിടിച്ച് അയാൾ എഴുന്നേറ്റു. വോ മുझे नहीं जानता था. അയാൾക്കും എന്നെ അറിയില്ലായിരുന്നു, എനിക്ക് അയാൾ അറിയില്ല, അതുപോലെ തന്നെ അയാൾക്ക് എന്നെയും എന്തില്ല, അറിയില്ലായിരുന്നു. ലേക്കിൻ മേരെ ഹാത്ത് ബഢാനെ കോ ജാൻതാ था. പക്ഷെ അയാൾക്ക് ഞാൻ എന്തിനാണ് കൈ നീട്ടിയത് എന്ന് അറിയാമായിരുന്നു. എന്നെ അയാൾക്കറിയില്ല, പക്ഷെ ഞാൻ എന്തിനാണ് കൈ നീട്ടിയതെന്ന് അയാൾക്ക് അറിയാമായിരുന്നു. എന്നെ സഹായിക്കാൻ വേണ്ടിയാണ് ഇയാൾ കൈ നീട്ടുന്നതെന്ന് ആ നിരാശയോടെ ഇരിക്കുന്ന വ്യക്തിക്ക് എന്ത് ചെയ്യായിരുന്നു, അറിയാമായിരുന്നു. ഹം ദോനോ സാത്ത് ചലെ. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് പോയി. പിന്നീട് ഞങ്ങൾ എന്ത് ചെയ്തു, ഒരുമിച്ച് നടന്നു. മീൻസ് എന്ത് പ്രയാസമാണോ ഉണ്ടായിരുന്നത്, ആ പ്രയാസത്തെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് നേരിട്ടു. ഹം ദോനോ ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ. ഞങ്ങൾക്ക് പരസ്പരം ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഹം ദോനോ ഏക് ദൂസരെ കോ നഹീ ജാൻതേ ഥേ. ഞങ്ങൾക്ക് രണ്ടുപേർക്കും പരസ്പരം അറിയില്ലായിരുന്നു, പക്ഷെ എന്തറിയാമായിരുന്നു, സാത്ത് ചലനെ കോ ജാൻതേ ഥേ. ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ അറിയാമായിരുന്നു. ഇതാണ് കവിത. ഈ കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ആസ്വാദനക്കുറിപ്പാണ് നമുക്ക് പഠിക്കാനുള്ളത്. വിനോദ് കുമാർ ശുക്ലജി എഴുതിയ ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ ഥാ എന്ന കവിതയ്ക്ക് നരേഷ് സക്സേന എഴുതിയ ആസ്വാദനക്കുറിപ്പാണ് നമുക്കിന്ന് പഠിക്കാനുള്ളത്. തുടങ്ങുന്നത് विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनघड़ता के लिए विख्यात है, किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प की सिद्ध कवि की तरह भी दिखाई देते हैं. एक आस्वादन टिप्पणी लिखते समय पहले खंड में कवि का परिचय देना है. ठीक है, नरेश सक्सेना ने विनोद कुमार शुक्ल के बारे में पहले खंड में लिखा है. विनोद कुमार शुक्ल किस प्रकार की लेखक है. देखिए, विनोद कुमार शुक्ल अपनी मौलिकता के साथ ही भाषा की अनघड़ता के लिए विख्यात है. വിനോദ് കുമാർ ശുക്ല എന്ന എഴുത്തുകാരൻ അല്ലെങ്കിൽ ആ പോയറ്റ് എന്ന് പറയുന്നത് എങ്ങനെയുള്ള ആളായിരുന്നു, അപ്നി മൗലികത കെ സാത്ത് ഹി, മൗലികതയോടൊപ്പം തന്നെ ഭാഷ കി അൻഘടത കെ ലിയെ വിഖ്യാത് ഹെ, ഭാഷയുടെ ക്രമമില്ലാത്ത പ്രയോഗത്തിന് ഫേമസ് ആയിരുന്നു. വിനോദ് കുമാർ ശുക്ലജി എന്ന് പറയുന്ന എഴുത്തുകാരൻ അങ്ങനെയാണ്. എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രചനകൾ ഒട്ടുമിക്കതും എങ്ങനെയാണ്, മൗലിക രചനകളാണ്. മൗലിക രചന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കാം, അതെന്തല്ല ട്രാൻസ്ലേറ്റ് ചെയ്തതോ അല്ലെങ്കിൽ വേറെ ആരുടെങ്കിലും അനുകരിച്ചോ എഴുതിയതല്ല, സ്വന്തമായിട്ട് എഴുതുന്നതിനെയാണ് എന്ത് പറയാം നമ്മൾ മൗലിക എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ ഇതിൽ പറയുന്നത് നോക്ക്, വിനോദ് കുമാർ ശുക്ല अपनी मौलिकता के साथ ही भाषा की अनघड़ता के लिए विख्यात है, ഭാഷയുടെ ക്രമമില്ലാത്ത പ്രയോഗത്തിന് ഫേമസ് ആണ്. മലയാളത്തിൽ അങ്ങനെ ഒരു എഴുത്തുകാരനുണ്ട്, ഭാഷയുടെ ക്രമമില്ലാത്ത പ്രയോഗത്തിനാണ് അദ്ദേഹം എന്ത് ചെയ്തത്, ഫേമസ് ആയത്. നിങ്ങൾക്കറിയായിരിക്കാം, ബഷീർ. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. ഒരു ക്രമമുള്ള ലാംഗ്വേജ് ആയിരുന്നില്ല ആരുടേത്, വൈക്കം മുഹമ്മദ് ബഷീറിൻ്റേത്.
അദ്ദേഹത്തിൻ്റെ രചനയുടെ പേര് തന്നെ നമുക്കതിന് ഉദാഹരണമായിട്ട് പറയാൻ പറ്റൂലേ, എൻ്റെ ഉപ്പൂപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ ക്രമമില്ലാത്ത ലാംഗ്വേജിന് ഫേമസ് ആയിട്ടുള്ള ഒരു എഴുത്തുകാരനായിരുന്നു ആര്? വിനോദ് കുമാർ ശുക്ലജി. नरेश सक्सेना परिचयപ്പെടുത്താണ്. किंतु इस कविता में मौलिक होने के साथ ही वे काव्य शिल्प की सिद्ध कवि की तरह भी दिखाई देते हैं. किंतु എന്നാൽ इस कविता में, ഈ കവിതയിൽ, ഏത് കവിതയാണ്? हताशा से एक व्यक्ति बैठ गया था नामक इस कविता में विनोद कुमार शुक्ल जी कैसे दिखाई देता है? काव्य शिल्प के सिद्ध कवि की तरह. ഒരു കവിതയുടെ സ്ട്രക്ചറിന് എന്തൊക്കെയാണോ വേണ്ടത് അതെല്ലാം ഉള്ള ഒരു കവിയായിട്ടാണ് ഈ ഹതാശാസെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ എന്ന കവിതയിൽ നിന്നും നമുക്ക് ആരെ മനസ്സിലാക്കാൻ സാധിക്കുക? വിനോദ് കുമാർ ശുക്ലജി മനസ്സിലാക്കാൻ സാധിക്കുക. യഥാർത്ഥത്തിൽ വിനോദ് കുമാർ ശുക്ലജി എന്ന് പറയുന്നത് ഭാഷയുടെ ക്രമമില്ലാത്ത ഉപയോഗമാണ് അദ്ദേഹത്തിൻ്റെ പ്രശസ്തിയുടെ കാരണം തന്നെ. പക്ഷേ ഈ നമ്മൾ പഠിക്കുന്ന കവിതയിൽ ക്രമമുള്ള ഒരു ലാംഗ്വേജാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത്. ബാക്കി നോക്കാം. कविता के अर्थ इतने सहज और साफ है कि उन्हें व्याख्या की दरकार भी नहीं. कविता के अर्थ इतने सहज और साफ है कि കവിതയുടെ മീനിങ് അല്ലെങ്കിൽ കവിതയിലെ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ഇത്തനെ സഹജ് ഔർ സാഫ് ഹെ, ഇത്ര സാധാരണയും അതുപോലെ തന്നെ വ്യക്തവുമാണ്. സാഫ്, വ്യക്തവുമാണ്. ഓരോ വരിയുടെയും അർത്ഥമെന്ന് പറയുന്നത് ഇത്ര സാധാരണയും ഇത്ര വ്യക്തവുമാണ്. അതുകൊണ്ട് തന്നെ ഉൻഹേം വ്യാഖ്യാക്കി ദർക്കാർ നഹി, അതുകൊണ്ട് തന്നെ എന്തിൻ്റെ ആവശ്യമില്ല? അതിന് ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യം ഇല്ല എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന പറയുന്നത്. വിനോദ് കുമാർ ശുക്ലജിയുടെ ഈ കവിതയിലെ വരികൾ എന്ന് പറയുന്നത് ഇത്തനെ സഹജ് ഔർ സാഫ് ഹെ, ഇത്ര കോമൺ ആണ്, അതുപോലെ തന്നെ ക്ലീനാണ്. അതുകൊണ്ട് എന്താവശ്യമില്ല? ഇതിനെ വേറൊരാൾ നമുക്ക് വ്യാഖ്യാനിച്ച് തരേണ്ട കാര്യമില്ല. വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കും, ആദ്യത്തെ 3 വരി വായിച്ചാൽ തന്നെ നമുക്ക് അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച കാര്യം വരെ പിടികിട്ടും. എന്തായിരുന്നു ആ കാര്യങ്ങൾ? ഹതാശാ സെ ഏക് വ്യക്തി ബൈഠ് ഗയാ താ, വ്യക്തി കോ മൈ നഹീ ജാൻതാ താ പർ ഹതാശാ കോ ജാൻതാ താ. വ്യക്തി എനിക്കറിയില്ലെങ്കിലും എനിക്ക് നിരാശ എന്താണെന്ന് അറിയാമായിരുന്നു. ആ വരികളിൽ തന്നെ വിനോദ് കുമാർ ശുക്ലജി ആരാണെന്നുള്ളത് നരേഷ് സക്സേന നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പറഞ്ഞു തന്നിട്ടുണ്ട്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देते हैं. सरल शब्दों वाले वाक्य, സിമ്പിൾ വേർഡ്സിൽ എഴുതിയ ഈ സെൻറ്റൻസുകൾ, കവിതയിലെ സെൻറ്റൻസുകൾ എങ്ങനെയാണ്? സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളതാണ് അല്ലേ? സരൾ ശബ്ദവും വാലെ വാക്യ, സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയ സെൻറ്റൻസുകൾ സ്വയം ഹി, സ്വയം തന്നെ, അപ്ന മർമ്മ കെഹ് ദേത്താ ഹെ, തൻ്റെ ഉള്ളടക്കം പറഞ്ഞു തരുന്നുണ്ട്. सरल शब्दों वाले वाक्य स्वयं ही अपना मर्म कह देता है. സിമ്പിൾ സെൻറ്റൻസുകൾ എഴുതിയ, സിമ്പിൾ വേർഡ്സ് ഉപയോഗിച്ച് എഴുതിയ ഈ സെൻറ്റൻസുകൾ സ്വയം തന്നെ ആ വരികളുടെ മർമ്മം എന്താണെന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു തരുന്നുണ്ട്. അതുകൊണ്ട് ഇതിനെ വ്യാഖ്യാനിച്ച് അർത്ഥം മനസ്സിലാക്കി തരേണ്ട കാര്യമില്ല എന്നാണ് ആര് പറയുന്നത്? നരേഷ് സക്സേന പറയുന്നത്. അത് നമുക്ക് കവിത വായിച്ചാൽ മനസ്സിലാവുകയും ചെയ്യും. വ്യക്തി കോ मैं नहीं जानता था, हताशा को जानता था. कहते ही वे जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. വ്യക്തി കോ मैं नहीं जानता था, വ്യക്തിയെ എനിക്ക് അറിയില്ലായിരുന്നു. ലേക്കിൻ ഹതാശ കോ ജാൻതാ താ, പക്ഷേ എനിക്ക് നിരാശ എന്താണെന്ന് അറിയാമായിരുന്നു. വ്യക്തിയെ എനിക്ക് ഒരു പരിചയവുമില്ലായിരുന്നു, പക്ഷേ എനിക്ക് ഹതാശ, നിരാശ എന്താണെന്ന് എനിക്കറിയാമായിരുന്നു. कहते ही, പറയുമ്പോൾ തന്നെ, വേ जानने की हमारी उस जानी पहचानी रूढ़ी को तोड़ देते हैं. അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ജാനന എന്ന് പറഞ്ഞാൽ അറിയുക. അറിയുക എന്ന വാക്കിൻ്റെ നമ്മൾ മനസ്സിലാക്കിയതും അറിഞ്ഞതുമായ ആ ഒരു രൂഢിയുണ്ട്, പരമ്പരാഗതമായ ഒരു മീനിങ്. ഹമാരി ജാനി പെഹച്ചാനി രൂഢി കോ തോട് ദേത്തെ ഹെ. അറിയുക എന്ന വാക്കിന് നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ ആ പരമ്പരാഗതമായിട്ടുള്ളൊരു മീനിങ്ങില്ലേ, ആ മീനിങ്ങിന് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? തോട് ദേത്തെ ഹെ, തകർത്ത് കളയുന്നുണ്ട്. അതായത് നരേഷ് സക്സേന പറയുന്നത്, വിനോദ് കുമാർ ശുക്ലജി പറയുന്നത്, അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതുവരെ മനസ്സിലാക്കി വെച്ചത് ഒന്നല്ല. പിന്നെ എന്താണ്? ഒരു വ്യക്തി
പ്രയാസപ്പെട്ടിരിക്കുന്നത് കാണുമ്പോൾ അയാളുടെ പ്രയാസങ്ങളെ തിരിച്ചറിയുക എന്നതിനാണ് അറിയുക എന്ന വാക്കുകൊണ്ട് ആര് അർത്ഥമാക്കിയിട്ടുള്ളത്? വിനോദ് കുമാർ ശുക്ലജി അർത്ഥമാക്കിയിട്ടുള്ളത്. നോക്ക്, വ്യക്തിക്കോ മേ നഹി ജാൻതാ താ ഹതാശ കോ ജാൻതാ താ. വ്യക്തി അറിയില്ലായിരുന്നു, പക്ഷെ എനിക്ക് നിരാശ എന്താണെന്ന് അറിയാമായിരുന്നു. ആ 2 വരിയിൽ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് വിനോദ് കുമാർ ശുക്ലജി? ജാനന എന്ന വാക്കിൻ്റെ നമ്മൾ അറിഞ്ഞതും മനസ്സിലാക്കിയതുമായ മീനിങ്ങിനെ തകർത്ത് കളയുന്നുണ്ട്. ആ മീനിങ് എന്താണെന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ആ മീനിങ് എന്താണ്? ജോ വ്യക്തി കെ നാം പത്തേ ഉമ്ര ഓഹദെ യാ ജാതി സെ ജാനനെ കോ ജോഡ്തി ഹെ. നമ്മൾ അറിയുക എന്ന വാക്കിന് നമ്മൾ കൊടുത്തിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അതാണ്. എന്താ? വ്യക്തി കെ നാം, വ്യക്തിയുടെ പേര്, ഉമ്ര, എന്താ ഉമ്ര? വയസ്സ്, പത്തേ അഡ്രസ്സ്, പിന്നെ ഓഹദെ സ്റ്റാറ്റസ്, പദവി, യാ ജാതി സെ ജാനനെ കോ ജോഡ്തി ഹെ, അല്ലെങ്കിൽ ജാതി. ഇതാണ് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത്. ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ എന്താ അറിയേണ്ടത്? വ്യക്തിയുടെ പേര്, വയസ്സ്, അഡ്രസ്സ്, പദവി, ഇങ്ങനെയുള്ള കാര്യങ്ങളെയാണ് നമ്മൾ അറിയുക എന്ന വാക്കിന് കൊടുത്തു വെച്ചിട്ടുള്ള മീനിങ് അല്ലേ? പക്ഷേ വിനോദ് കുമാർ ശുക്ലജി ആ മീനിങ്ങിനെ എല്ലാം തകർത്തുകൊണ്ട് ഒരു വ്യക്തിയെ അറിയുക എന്ന് പറഞ്ഞാൽ പേരും മറ്റ് ഡീറ്റെയിൽസും അറിയാമെന്നുള്ളതല്ല, മറിച്ച് അയാളുടെ പ്രയാസങ്ങളെ തിരിച്ചറിയുക എന്നതിനെയാണ് അറിയുക എന്ന വാക്കുകൊണ്ട് ആരുദ്ദേശിച്ചിട്ടുള്ളത്? വിനോദ് കുമാർ ശുക്ലജി ഉദ്ദേശിച്ചിട്ടുള്ളത്. താഴെ പറയുന്നുണ്ട്, യദി ഹം കിസി വ്യക്തി കോ ഉസ്കി ഹതാശ, നിരാശ, असहायता या उसके संघर्ष से परिचित नहीं तो हम कुछ नहीं जानते. വിനോദ് കുമാർ ശുക്ലജി പറയുന്നതായിട്ട് നരേഷ് സക്സേന നമ്മളോട് പറയാണ്, യദി ഹം കിസി വ്യക്തിക്കോ, നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ, ഒരു പക്ഷേ നമ്മൾ ഏതെങ്കിലും ഒരു വ്യക്തിയെ എന്ത് ചെയ്യുകയാണെങ്കിൽ ജാൻതേ ഹെ തോ, നമുക്കറിയാമെങ്കിൽ, ഉസ്കി ഹതാശ, അയാളുടെ നിരാശ, പിന്നെ നിരാശ എന്നുള്ള വാക്കിന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പ്രയാസം എന്നുള്ള അർത്ഥത്തിലേക്ക് വേണമെങ്കിൽ എടുക്കാം. അയാളുടെ പ്രയാസങ്ങൾ, അയാളുടെ നിരാശ, പിന്നെയോ അസഹായത, അയാളുടെ നിസ്സഹായ അവസ്ഥ, യാ ഉസ്കെ സങ്കടസെ പരിചിത നിഹിത്തോ, അല്ലെങ്കിൽ അയാളുടെ സങ്കടങ്ങളുമായി നമുക്ക് എന്തില്ലെങ്കിൽ പരിചയമില്ലെങ്കിൽ, ഹം കുച്ച് നഹി ജാൻതേ, നമുക്ക് അയാളെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നാണ്. ഇതാണ് വിനോദ് കുമാർ ശുക്ലജി കൊടുത്തിട്ടുള്ള ജാനന എന്ന വാക്കിൻ്റെ അർത്ഥം. വിനോദ് കുമാർ ശുക്ലജി പറയുന്നത് ജാനന, അറിയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ പേരോ അഡ്രസ്സോ വയസ്സോ ജാതിയോ എന്നും അതൊന്നും അറിയുന്നതല്ല. അറിയുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ നിരാശ, അയാളുടെ പ്രയാസങ്ങൾ, പിന്നെ അയാളുടെ നിസ്സഹായാവസ്ഥ, ഇതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവിനെയാണ് അറിയുക എന്ന വാക്കുകൊണ്ട് ആരുദ്ദേശിക്കുന്നത്? വിനോദ് കുമാർ ശുക്ലജി ഉദ്ദേശിക്കുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്?